നമസ്കാരം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ പ്രിൻസ് ഷാനവാസ് ഖാൻ, സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ്, അപ്പോളോ അത്ലറ്റിക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. നമ്മൾ ഈ ഷോൾഡർ ജോയിൻസ് എന്ന് കേൾക്കുമ്പം കൂടുതലും കേട്ടുവരുന്ന ഒരു കോമൺ വേർഡാണ് ഫ്രോസൺ ഷോൾഡേഴ്സ്. ശരിക്കും എന്താണ് ഈ ഫ്രോസൺ ഷോൾഡർ? ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ചാൽ പേര് പറയുന്ന കണക്ക് തന്നെ ഷോൾഡർ ഫ്രീസ് ആയി പോകുന്നതാണ്. അതായത് അതിൻ്റെ മൊബിലിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഷോൾഡറിന് മൊബിലിറ്റിയാണ് സ്റ്റെബിലിറ്റിയെക്കാട്ടിയും കൂടുതലുള്ളത് നമ്മുടെ എവല്യൂഷനിൽ. പക്ഷേ എപ്പോഴാണ് അതിൻ്റെ മൊബിലിറ്റി നഷ്ടപ്പെടുന്നത്, ഷോൾഡർ അതിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടും. അത് ശരിക്കും ഒരു ഡെബിലിറ്റേറ്റിംഗ് കണ്ടീഷനാണ്. കാരണം നമുക്കാണെങ്കിൽ മുടി ചീപ്പാനോ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ സോപ്പ് ഇടാൻ വേണ്ടിയിട്ടോ, മുകളിൽ നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ടോ, അപ്പം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നല്ലോണം റെസ്ട്രിക്റ്റ് ആകും. അപ്പം ഒരാൾക്കൊരു ഫ്രോസൺ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ദൈനംദിന ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി റൈറ്റ് സൈഡ് ആണെങ്കിൽ, നമ്മൾ റൈറ്റ് ഡോമിനൻറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് വളരെ റെസ്ട്രിക്റ്റഡ് ആവും. മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ശരിക്കും ഇതൊരു ഫ്രോസൺ ഷോൾഡർ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പേര് പറയുന്ന കണക്ക് തന്നെയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ മൊബിലിറ്റി അല്ലെങ്കിൽ കുറയുന്നത്, സ്റ്റിഫ്നെസ് വരുന്നതാണ്. അപ്പോൾ ഇതിന് പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് പറയും. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പറയുന്നത് വേദന, നീരെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, പെയിൻ കൂടും. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ ആദ്യത്തെ ഒരു 3 മാസം വേദന കൂടി വരും. നെക്സ്റ്റ് ഒരു 3 to 6 months അതിനാണ് പറയുന്നത് ഫ്രോസൺ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് അത് ഫ്രീസ് ആയി പോകുന്നത്. അപ്പം പെയിനും കൂടി വരും, അതിൻ്റെ കൂടെ തന്നെ സ്റ്റിഫ്നെസ്സും കൂടി വരും. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഫേസിലോട്ട് കിടക്കും. അടുത്ത ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോയിങ് ഫേസ് എന്ന് പറയും. അതായത് യൂഷ്വലി പെയിൻ കുറഞ്ഞു വരും. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്, അതായത് റേഞ്ച് ഓഫ് മോഷൻ തിരിച്ചു കിട്ടും. പക്ഷേ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് മെഡിക്കൽ അഡ്വൈസ് നൽകിയില്ലെങ്കിൽ പെയിൻ കുറയും, പക്ഷേ സ്റ്റിഫ്നെസ് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ 9 മാസം കഴിഞ്ഞും സ്റ്റിഫ്നെസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ല, ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ബലവത്തായില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഈ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും എന്താണ് ഈ ഫ്രോസൺ ഷോൾഡേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ശരിക്കും ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയുന്നതിനെക്കാട്ടി അതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ആൾക്കാരിലാണ് ഇത് കൂടുതൽ വരുന്നതെന്നുള്ളതാണ് കാര്യം. സാധാരണ അത് കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണ്, ഷുഗറുള്ള ആൾക്കാർക്കാണ്. അപ്പം ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷുഗർ കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇത് വീണ്ടും വരാനും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഷോൾഡർ സ്റ്റിഫായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് കൺട്രോൾ ഓഫ് യുവർ ഷുഗേഴ്സ്. രണ്ടാമതാണെങ്കിൽ ഫിസിയോതെറാപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഫിസിയോതെറാപ്പി വേറൊന്നുമല്ല, നമ്മുടെ മൊബിലിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റിഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫ്ലമേഷൻ കുറയുകയും അതിൻ്റെ ബലമായിട്ട് വരുന്ന സ്റ്റിഫ്നെസ് വരാതിരിക്കുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഫിസിയോയും നമ്മുടെ മരുന്നുകളും കൊണ്ട് മാത്രം സിവിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ബലവത്താവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. ഷോൾഡറിനകത്തുള്ള അൾട്രാസൗണ്ട് ഗൈഡ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ വളരെ ഫലപ്രദമാണ്. അതായത് 90% ആൾക്കാർക്കും ഇഞ്ചക്ഷൻ മരുന്നുകൾ ഫിസിയോതെറാപ്പി കൊണ്ട് 9 മാസം കൊണ്ട് നോർമലായി വരുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു 10% ആൾക്കാർ, ചെറിയ സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്, അവരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളൊന്നും ബലവത്താവാത്തവരായിരിക്കാം. അവർക്കാണെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പണ്ടിതില്ലായിരുന്നു. നമ്മുടെ ഇപ്പോൾ കീഹോൾ സർജറി വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ കീഹോൾ സർജറിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 സ്റ്റിച്ച് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അകത്തുള്ള ക്യാപ്സൂൾ ചുരുങ്ങി പോകുന്നതുകൊണ്ടാണ് ഫ്രോസൺ ഷോൾഡർ വരുന്നത്. അപ്പോൾ ചുരുങ്ങിയ ക്യാപ്സൂളിനെ ഡയലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രാക്ചർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും ആർത്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഒരു ഫ്രോസൺ ഷോൾഡർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിക്കവറി ടൈം, അതിൻ്റെ ആ ഒരു പീരിയഡ് എത്രയായിരിക്കും? പീരീഡ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ ഇല്ലെന്നനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ യൂഷ്വലി റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 9 monthsനുള്ളിൽ നോർമൽ ആവേണ്ടതാണ്. ചില ആൾക്കാരുണ്ട്, നോൺ റെസ്പോണ്ടേഴ്സ് ഉണ്ട് കൺസർവേറ്റീവ് ട്രയലിന്. അവർക്ക് ചില ആൾക്കാർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തവരുണ്ട്. അവർക്ക് 9 months കഴിഞ്ഞാലും ഈ സ്റ്റിഫ്നെസ് പെർസിസ്റ്റ് ചെയ്യും. പെയിൻ യൂഷ്വലി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുള്ളത്, പക്ഷേ സ്റ്റിഫ്നെസ് പെർസിസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു, ഇവർ ഏകദേശം റിക്കവേർഡ് ആയാൽ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, ഷോൾഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൊബിലിറ്റിയാണ്. അപ്പോൾ മൊബിലിറ്റി 100% റീഗെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഏത് ട്രീറ്റ്മെൻറ്റ് ആയാലും, വെദർ ഇറ്റ്സ് കൺസർവേറ്റീവ് ഓർ സർജിക്കൽ, അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫംഗ്ഷൻ റീഗെയിൻ ചെയ്യുന്നതാണ്. സർ പറഞ്ഞപ്പോൾ ഇതിന്റെ സർജറീസിനെ കുറിച്ച് പറഞ്ഞു. സർജറീസിന്റെ പുതിയ റിസർച്ച് എന്തൊക്കെയാണ്? പറഞ്ഞാൽ പുതുതായിട്ടുള്ളത് കീഹോൾ സർജറിയാണ്. കീഹോൾ സർജറി ആകുമ്പം പെയിൻ കാണത്തില്ല, നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം. അടുത്ത ദിവസം തന്നെ ഫുൾ സ്റ്റിഫായിട്ടിരിക്കുന്ന ജോയിൻറ്റ് 100% മൊബൈലായിട്ടിരിക്കും. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൻ ക്യാപ്സുലർ റിലീസ് എന്ന് പറയും. അതായത് പാൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാപ്സൂൾ റിലീസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിപ്പം ഒരു പുതിയ സ്റ്റഡി നടത്തി, റിസർച്ച് നടത്തി, അതിനകത്ത് നിന്ന് അതൊരു കമ്പ്യൂട്ടേഷണൽ സ്റ്റഡിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി പാൻ ക്യാപ്സുലർ റിലീസിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ മുൻവശമുണ്ട്, മുൻവശം താഴ്വശം, അതായത് ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട് ആ ക്യാപ്സൂളിൻ്റെ ആ ഭാഗം മാത്രമാണ് ശരിക്കും കൺട്രാക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 360 ഡിഗ്രി മൊത്തത്തിൽ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗം മാത്രം, ഷോൾഡറിൻ്റെ ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട് മാത്രം റിലീസ് ചെയ്താൽ മതി, ഫുൾ ഫംഗ്ഷൻ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പുതിയ സ്റ്റഡി വന്നേക്കുന്നത്. അത് പബ്ലിഷ് ആയിട്ടുണ്ട്, നമ്മുടെ സ്റ്റഡി പബ്ലിഷ് ആയിട്ടുണ്ട്. അത് JSCS, അതായത് ജേർണൽ ഓഫ് ഷോൾഡർ എൽബോ സൊസൈറ്റി ജേർണലുണ്ട്. അത് നോർത്ത് അമേരിക്ക, ഷോൾഡർ ആൻഡ് എൽബോ സർജൻസ് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ജപ്പാൻ, അവരുടെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ റെപ്യൂട്ടഡ് ആയ ജേർണലാണ്. അതിൽ നമ്മുടെ റിസർച്ച് പബ്ലിഷ് ആയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന്.